ഹായ് ആൾ, ഏവർക്കും ലേണേഴ്സ് കോർണറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 6ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ 4ാമത്തെ യൂണിറ്റിൽ നിന്നുള്ള ഒരു ലെസണാണ്. നമ്മളുടെ ഈ ഒരു ലെസണിൻ്റെ പേര് ദ ഗ്രെയിൻ ആസ് ബിഗ് ആസ് എ ഹെൻസ് എഗ് എന്നാണ്. ഗ്രെയിൻ എന്ന് പറഞ്ഞാൽ ധാന്യം, ആസ് ബിഗ് ആസ് എന്ന് പറഞ്ഞാൽ അത്രയും വലുത്. ഹെൻസ് എഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? കോഴിമുട്ട, നമുക്കറിയാം അല്ലേ? അപ്പം കോഴിമുട്ടയുടെ അത്രയും വലുപ്പമുള്ള ധാന്യം എന്നാണ് ഈ ഒരു ലെസൻ്റെ ടൈറ്റിൽ. ഇവിടെ ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്, നമുക്കത് നോക്കാം. ഫാമിംഗ് ഇസ് നോട്ട് മിയർലി എൻ ആക്ട് ഓഫ് കൾട്ടിവേറ്റിംഗ് ക്രോപ്സ്. ഫാമിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കൃഷിയാണ്. അത് എന്തല്ല എന്നാണ് പറയുന്നത്? ഇറ്റ്സ് നോട്ട് മിയർലി എൻ ആക്ട് ഓഫ് കൾട്ടിവേറ്റിംഗ് ക്രോപ്സ്, അതായത് വിളവെടുക്കുക. ഓക്കെ, അപ്പോൾ കൃഷി എന്ന് പറയുന്നത് വിളവെടുക്കുക എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. പിന്നെ എന്താണ്? നമുക്ക് നോക്കാം. ഇറ്റ് ഗ്ലോറിഫൈസ് ലേബർ. ലേബർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അധ്വാനം. അപ്പം അധ്വാനത്തെ ഗ്ലോറിഫൈ ചെയ്യുന്നതാണ് എന്ന് പറഞ്ഞാൽ മാഹാത്മ്യം കൊടുക്കുക, മാഹാത്മ്യം നൽകുക. അപ്പം കൃഷി എന്ന് പറയുന്നത് അധ്വാനത്തിന് മാഹാത്മ്യം നൽകുന്നതാണ്, അല്ലെങ്കിൽ അതിനെ പ്രകീർത്തിപ്പെടുത്തുന്നതാണ്. പിന്നെ എന്താണ്? ഹെൽപ്സ് to develop a concern for fellow beings and brings about a perfection to human life. എന്താ പറയുന്നത്? കൃഷി എന്ന് പറയുന്നത് ലേബറിനെ ഗ്ലോറിഫൈ ചെയ്യുകയും ചെയ്യും. അതേപോലെ എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്? സഹജീവികൾ, ഫെലോ ബീങ്സ് എന്ന് പറഞ്ഞാൽ സഹജീവികൾ. ഇവിടെ കൺസേൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കരുതൽ എന്നാണ്. സഹജീവികളോടുള്ള ഒരു കരുതൽ കൂടിയാണ് കൃഷി എന്ന് പറയുന്നത്. പിന്നെ എന്താണ്? ബ്രിങ്സ് അബൌട്ട് എ പെർഫെക്ഷൻ ടു ഹ്യൂമൻ ലൈഫ്. അതുമാത്രമല്ല, എന്താണ്? മനുഷ്യ ജീവിതത്തിന് ഒരു പെർഫെക്ഷൻ, അതായത് പൂർണ്ണത വരുത്തുന്നതും കൃഷിയിലൂടെയാണ് എന്നാണ് പറയുന്നത്. റീഡ് ദ സ്റ്റോറി ആൻഡ് റിയലൈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഫാമിംഗ് ആൻഡ് ഇറ്റ്സ് ഇമ്പാക്റ്റ് ഓൺ അവർ ലൈഫ് ആൻഡ് കൾച്ചർ. അപ്പോൾ എന്താ പറയുന്നത്? ഈ ഒരു സ്റ്റോറി നമ്മളോട് വായിക്കാൻ പറയുകയാണ്. എന്നിട്ട് എന്താണ്? കൃഷിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് മനസ്സിലാക്കുക. അതേപോലെ നമ്മളുടെ ജീവിതത്തിലും അതേപോലെ നമ്മളുടെ കൾച്ചർ, അതായത് നമ്മളുടെ സംസ്കാരം, അപ്പോൾ നമ്മളുടെ ജീവിതത്തിലും സംസ്കാരത്തിലും കൃഷി ഉണ്ടാക്കിയ സ്വാധീനത്തെക്കുറിച്ചും നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ലെസണിലേക്ക് വരാം. ഈ ഒരു സെക്ഷൻ്റെ പേര് ഡിസ്കഷൻ എന്നാണ്. ദ ഡിസ്കഷൻ അതായത് ചർച്ച. വൺ ഡേ സം ചിൽഡ്രൻ ഫൗണ്ട്. വൺ ഡേ, ഒരു ദിവസം, സം ചിൽഡ്രൻ, കുറച്ച് കുട്ടികൾ കണ്ടെത്തി. ഫൗണ്ട് മീൻസ് കണ്ടെത്തി. ഇന്ന് റവീൻ, റവീൻ എന്നാണ് ഇത് പ്രൊനൗൺസ് ചെയ്യുക. റവീൻ എന്ന് പറഞ്ഞാൽ മലയിടുക്ക് എന്നാണ് മീനിങ്. ഒരു മലയിടുക്കിൽ വെച്ച് കുറച്ച് കുട്ടികൾ ഒരു സംഭവം കണ്ടെത്തി. എന്താ നോക്കാം. ആൻ ഒബ്ജക്റ്റ് ഷേപ്ഡ് ലൈക്ക് എ ഗ്രെയിൻ ഓഫ് കോൺ. ഒരു ഒബ്ജക്റ്റാണ്, ഒരു സാധനമാണ്. അതെങ്ങനെയുള്ളത്? ഗ്രെയിൻ ഓഫ് കോൺ. കോൺ എന്ന് പറഞ്ഞാൽ ചോളം അല്ലെങ്കിൽ കമ്പം. കമ്പത്തിൻ്റെ ഒരു ഗ്രെയിൻ, ധാന്യം അല്ലെങ്കിൽ ഒരു മണി അവർ കണ്ടെത്തി. എവിടെ വെച്ചിട്ടാണ് കണ്ടെത്തിയത്? ഒരു റവീനിൽ വെച്ചിട്ടാണ്, ഒരു മലയിടുക്കിൽ വെച്ചിട്ടാണ്. വിത്ത് എ ഗ്രൂവ് ഡൗൺ ദ മിഡിൽ. ഗ്രൂവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചാല്, അതായത് നമുക്ക് ധാന്യത്തിനൊക്കെ ഒരു കീറലുണ്ടാവില്ലേ? ഇപ്പം നമ്മൾ ഗോതമ്പൊക്കെ എടുത്ത് നോക്കിയാൽ ഒരു കീറൽ കാണാറില്ലേ? അതിനെയാണ് ഇവിടെ ഗ്രൂവ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് ഉണ്ടായിരുന്നു, ഒരു ചാല് പോലെ ഉണ്ടായിരുന്നു. ബട്ട് ആസ് ലാർജ് ആസ് എ ഹെൻസ് എഗ്. പക്ഷേ അതെന്താണ്? ഒരു കോഴിമുട്ടയോളം വലുപ്പമുള്ള ഒരു ധാന്യമണി ആയിരുന്നു. എ ട്രാവലർ പാസിങ് ബൈ സോ ഇറ്റ്. ട്രാവലർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യാത്രക്കാരൻ. ഒരു യാത്രക്കാരൻ അതിങ്ങനെ അവരെങ്ങനെ പാസ് ചെയ്ത് പോകുന്ന, അവരുടെ അടുത്തുകൂടെ ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്ന സമയത്ത് ഈ ഒരു ധാന്യമണി അദ്ദേഹം കണ്ടു. ഹി ബോട്ട് ഇറ്റ് ഫ്രം ദ ചിൽഡ്രൻ ഫോർ എ പെനി. അപ്പം അദ്ദേഹം എന്ത് ചെയ്തു? ബോട്ട് എന്ന് പറഞ്ഞാൽ വാങ്ങിച്ചു ആ കുട്ടികളുടെ കയ്യിൽ നിന്ന്. ഫോർ എ പെന്നി. പെന്നി മീൻസ് ചെറിയൊരു തുച്ഛമായ പൈസയ്ക്ക് ആ കുട്ടികളുടെ കയ്യിൽ നിന്ന് ആ ഒരു ധാന്യമണി അദ്ദേഹം വാങ്ങിച്ചു. എന്നിട്ട് എന്താ ചെയ്തത്? ഹീ ടുക്ക് ഇറ്റ് ടു ദ ടൗൺ ആൻഡ് സോൾഡ് ഇറ്റ് ടു ദ കിങ് ആസ് ഇറ്റ് വാസ് എ ക്യൂരിയസ് വൺ. അപ്പം അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം അത് വാങ്ങിച്ചിട്ട് ടൗണിലേക്ക് പോയി. എന്നിട്ട് രാജാവ്, കിങ് എന്ന് പറഞ്ഞാൽ രാജാവ് അല്ലേ, നമുക്കറിയാം. അപ്പോൾ രാജാവിന് ഈ ഒരു ധാന്യമണി കൊണ്ടുപോയി വിറ്റു. കാരണം എന്താണ്? ഇത് വളരെ ക്യൂരിയസ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം എന്താണ്? സാധാരണ ധാന്യത്തിന് അല്ലെങ്കിൽ ധാന്യമണിക്ക് കുറച്ച് വലിപ്പമേ ഉണ്ടാവാറുള്ളൂ. പക്ഷേ ഇതെന്താണ്? ഒരു കോഴിമുട്ടയോളം വലിപ്പമുണ്ട് അല്ലേ? അപ്പോൾ ഇതൊരു ക്യൂരിയസ് ആയിട്ടുള്ള കാര്യമാണ്. അതായത് വിചിത്രമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ജിജ്ഞാസ, എന്താ ഇത് എന്നുള്ള അറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി ഉണ്ടാവുമല്ലോ. അപ്പം അങ്ങനെ ഒരു കാര്യം ആയതുകൊണ്ട് ഇത് രാജാവിന് കൊണ്ടുപോയി വിൽക്കുകയാണ് ഈ ഒരു ട്രാവലർ ചെയ്തിട്ടുള്ളത്.
The king called all his wise men and told them to find out what the thing was. അപ്പം രാജാവിൻ്റെ കൊട്ടാരത്തിൽ ഒരുപാട് പണ്ഡിതന്മാരൊക്കെ ഉണ്ടാവും. വൈസ് മെൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബുദ്ധിമാന്മാർ, പണ്ഡിതന്മാർ. അപ്പം രാജാവ് എന്ത് ചെയ്തു, ആ കൊട്ടാരത്തിലുള്ള പണ്ഡിതന്മാരെയൊക്കെ വിളിച്ചു. എന്നിട്ടോ ആൻഡ് ടോൾഡ് ദം ടു ഫൈൻഡ് ഔട്ട് വാട്ട് ദ തിങ് വാസ്. എന്നിട്ട് അവരോട് പറഞ്ഞു ഈ ഒരു ധാന്യമണി എന്താണ് എന്നുള്ളത് കണ്ടെത്താൻ വേണ്ടിയിട്ട്. ഓക്കെ, കാരണം ഇത് കോഴിമുട്ടയോളം വലിപ്പമുണ്ട്. അപ്പം ഇതെന്താണ് സംഭവം, ധാന്യമണി തന്നെയാണോ എന്നൊക്കെയുള്ള ഡൗട്ട് ഉണ്ടാവുമല്ലോ. ഇത്രയും വലിപ്പമുള്ള ഒരു കാര്യം ആദ്യമായിട്ടാണ് കാണുന്നത്, ധാന്യം. അപ്പം അതുകൊണ്ട് ഈ പണ്ഡിതന്മാരോട് പറയുകയാണ് ഇതെന്താണെന്ന് കണ്ടുപിടിക്കാൻ. ദ വൈസ് മാൻ തോട്ട് ആൻഡ് തോട്ട്. അപ്പം ഈ ബുദ്ധിമാന്മാരായിട്ടുള്ള ആളുകൾ ചിന്തിച്ചുകൊണ്ടേയിരുന്നു. ബട്ട് കുഡിൻറ്റ് മേക്ക് ഹെഡ് ഓർ ടെയിൽ ഓഫ് ഇറ്റ്. അപ്പം പക്ഷേ അവർക്ക് എന്താണ് അതിൻ്റെ വാലും തലയൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. അതായത് അതിനെപ്പറ്റി യാതൊരുവിധ ക്ലൂവും അവർക്ക് കിട്ടിയില്ല. അതെന്താ സംഭവം എന്നുള്ളത് കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ഐഡിയയും അവർക്ക് കിട്ടിയില്ല എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. എ ഫ്യൂ ഡേയ്സ് ലേറ്റർ, കുറച്ച് ദിവസത്തിന് ശേഷം, വെൻ ദ തിങ് വാസ് ലേയിങ് ഓൺ എ വിൻഡോസിൽ. അപ്പം ഈ ഒരു ധാന്യമണി ഉണ്ടല്ലോ അത് വിൻഡോ സില്ലിൽ ഇങ്ങനെ വെച്ചിരിക്കുകയായിരുന്നു. വിൻഡോ സിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജനാലയുടെ ഒരു തിണ്ട് ഉണ്ടാവുമല്ലോ, കുട്ടികൾക്കൊക്കെ ഇരിക്കാൻ പാകത്തിന് ചെറിയൊരു സ്പേസേ അവിടെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ വിൻഡോസിലിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു ആ ഒരു ധാന്യമണി. എ ഹെൻ ഫ്ലൂ ഇൻ ആൻഡ് പെഗ് ദാറ്റ് ഇറ്റ് ടിൽ ഷീ മെയ്ഡ് എ ഹോൾ ഇൻ ഇറ്റ്. ഹെൻ എന്ന് പറഞ്ഞാൽ എന്താണ്, പിടക്കോഴി അല്ലേ. ഒരു പിടക്കോഴി പറന്ന് വന്നു. എന്നിട്ട് എന്താ ചെയ്തത്, പെക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ കോഴികൾ അല്ലെങ്കിൽ പക്ഷികൾ കൊത്തുന്നതിനെയാണ് പെക്ക് ചെയ്യുക എന്ന് പറയുക കേട്ടോ. അപ്പം ഈ ഒരു ഹെൻ എന്ത് ചെയ്തു, ആ ഒരു ധാന്യത്തിൽ ഇങ്ങനെ കൊത്തി. അറ്റ് ഇറ്റ് ടിൽ ഷീ മെയ്ഡ് എ ഹോൾ ഇൻ ഇറ്റ്. അപ്പം അതിൽ ഒരു ഹോള് വീഴുന്നവരെ, ഒരു ഓട്ട വീഴുന്നത് വരെ ആ ഒരു കോഴി ആ സാധനത്തിൽ ഇങ്ങനെ കൊത്തിക്കൊണ്ടിരുന്നു. ദെൻ എവ്രി വൺ സോ ദാറ്റ് ഇറ്റ് വാസ് എ ഗ്രെയിൻ ഓഫ് കോൺ. അപ്പം അത് കൊത്തിയൊരു ഹോൾ ഉണ്ടാക്കിയ സമയത്ത് എല്ലാവർക്കും മനസ്സിലായി അതെന്താണ്, ഒരു കോണ്, ഒരു ചോളം അല്ലെങ്കിൽ ഒരു കമ്പത്തിൻ്റെ ധാന്യമണിയാണ് എന്ന് അവർ മനസ്സിലാക്കി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് പേജ് നോക്കാം. ദ വൈസ് മെൻ വെൻറ്റ് ടു ദ കിങ് ആൻഡ് സെറ്റ് ഇറ്റ് ഈസ് എ ഗ്രെയിൻ ഓഫ് കോൺ. അപ്പം ഈ ബുദ്ധിമാന്മാരായിട്ടുള്ള ആളുകൾ കിങ്ങിൻ്റെ അടുത്തേക്ക് വന്നു. എന്നിട്ട് അവർ രാജാവിനോട് പറഞ്ഞു ഇറ്റ് ഈസ് എ ഗ്രെയിൻ ഓഫ് കോൺ. ഇതൊരു ഗ്രെയിൻ ഓഫ് കോൺ ആണ്, അതായത് എന്താണ്, ചോളത്തിൻ്റെയോ കമ്പത്തിൻ്റെയോ മണിയാണ് എന്ന് പറഞ്ഞു. അറ്റ് ദിസ് ദ കിങ് വാസ് മച്ച് സർപ്രൈസ്ഡ്. അപ്പം ഈ ഒരു കാര്യം കേട്ടിട്ട് രാജാവ് വളരെയധികം സർപ്രൈസ്ഡായി, അതായത് അത്ഭുതം തോന്നി. ഹി ഓർഡേർഡ് ദ ലേൺഡ് മാൻ ടു ഫൈൻഡ് ഔട്ട് വെൻ ആൻഡ് വേർ സച്ച് കോൺ ഗ്രൂ. അപ്പം ഈ ഒരു കാര്യം കേട്ട ഉടനെ തന്നെ രാജാവ് എന്ത് ചെയ്തു, ഓർഡർ ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉത്തരവിട്ടു. ദ ലേൺഡ് മാൻ, അതായത് പണ്ഡിതന്മാരായിട്ടുള്ള ആളുകൾ, പഠിച്ചിട്ടുള്ള ആളുകൾ, അവരോട് പറയാണ് ടു ഫൈൻഡ് ഔട്ട് വെൻ ആൻഡ് വേർ സച്ച് കോൺ ഗ്രൂ. അപ്പം എവിടെയാണ്, വെൻ ആൻഡ് വേർ, എങ്ങനെയാണ്, എവിടെയാണ് ഈ കോണ് ഉണ്ടാവുന്നത്, വളരുന്നത് എന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞു. The learned man pondered again and searched in their books. അപ്പം pondered means തലപുകഞ്ഞ് ആലോചിച്ചു. അവരെന്താണ്, വളരെയധികം ചിന്തിച്ചു. എന്നിട്ടോ പിന്നെ അവരുടെ ബുക്സിലൊക്കെ നല്ല രീതിയിൽ സെർച്ച് ചെയ്തു, തിരഞ്ഞു. ഇതെന്താ സംഭവം എന്ന് അറിയണമല്ലോ, എങ്ങനെയാണ് ഉണ്ടായത്, എവിടെയാണ് ഉണ്ടായതെന്നൊക്കെ രാജാവ് കണ്ടുപിടിക്കാൻ ഉത്തരവിട്ടിരിക്കുകയാണ്. അപ്പം ഈ പണ്ഡിതന്മാരായ ആളുകൾ തലപുകഞ്ഞ് ആലോചിക്കുന്നുണ്ട്, അവരുടെ ബുക്സിലൊക്കെ അവർ സെർച്ച് ചെയ്യുന്നുണ്ട്. ബട്ട് കുഡ് ഫൈൻഡ് നത്തിങ് അബൌട്ട് ഇറ്റ്. പക്ഷെ എന്താണ്, അവർക്കൊന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. സോ ദേ റിട്ടേൺഡ് ടു ദ കിങ് ആൻഡ് സെറ്റ്. അപ്പോൾ അവർ തിരിച്ച് രാജാവിൻ്റെ അടുത്തേക്ക് തന്നെ വന്നു. എന്നിട്ട് പറഞ്ഞു വി ക്യാൻ ഗിവ് യു നോ ആൻസർ. അങ്ങേക്ക് തരാൻ ഞങ്ങൾക്ക് ഒരു ആൻസറും കിട്ടിയിട്ടില്ല, ഞങ്ങൾക്കൊരു ഉത്തരവും ഞങ്ങളുടെ കയ്യിലില്ല. ഇതെങ്ങനെ ഉണ്ടായി, എവിടെ നിന്നുണ്ടായി എന്നുള്ള കാര്യത്തിന്. ദർ ഈസ് നത്തിങ് അബൌട്ട് ഇറ്റ് ഇൻ അവർ ബുക്സ്. ഞങ്ങളുടെ പുസ്തകങ്ങളിൽ ഒന്നിലും തന്നെ ഇതിനെക്കുറിച്ച് യാതൊരു സൂചനയും ഇല്ല. യു വിൽ ഹാവ് ടു ആസ്ക് ദ പെസൻസ്. Perhaps some of them may have heard from their fathers when and where a grain grows to such a size. അപ്പം ഇവർ രാജാവിനോട് പറയുകയാണ് അങ്ങേക്ക് പെസൻസ് എന്ന് പറഞ്ഞാൽ കർഷകരോട് ചോദിച്ചു നോക്കൂടെ,
പെർഹാപ്സ് ഒരു പക്ഷേ സം ഓഫ് ദം അവരിൽ ചിലരെങ്കിലും മേ ഹാവ് ഹേർഡ് ഫ്രം ദെയർ ഫാദേഴ്സ് അവരുടെ പിതാക്കന്മാരിൽ നിന്ന്, അവർക്കറിയില്ലെങ്കിലും ഒരു പക്ഷേ അവരുടെ പിതാക്കന്മാരിൽ നിന്ന് എവിടെ നിന്നാണ് വെൻ ആൻഡ് വെയർ എ ഗ്രെയിൻ ഗ്രോ ടു സച്ച് എ സൈസ്, അത്രയും ഒരു സൈസുള്ള അത്രയും ഒരു വലിപ്പമുള്ള ഒരു ധാന്യം എങ്ങനെയാണ് എവിടെയാണ് എന്നൊക്കെ ഉണ്ടാവുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ ഒരു പക്ഷേ ഇപ്പോൾ ഉള്ള കർഷകർക്ക് അറിയില്ലെങ്കിലും അവരുടെ ഫോർഫാദേഴ്സ് അതായത് അവരുടെ പൂർവികരിൽ നിന്ന് അല്ലെങ്കിൽ അവരുടെ പിതാക്കന്മാരിൽ നിന്ന് ഒരു പക്ഷേ ആരെങ്കിലുമൊക്കെ കേട്ടറിഞ്ഞിട്ടുണ്ടാവും. അപ്പം അവരോടൊന്ന് പെസൻസിനോട് കർഷകരോടൊന്ന് ചോദിച്ചു നോക്കൂടെ എന്ന് രാജാവിനോട് ഈ ഒരു പണ്ഡിതന്മാർ ചോദിക്കുകയാണ്. ഇത്രമാത്രം സൈസുള്ള ഈ ഗ്രെയിൻസ് എവിടെയാണ് എങ്ങനെയാണ് ഉണ്ടാവുന്നത് എന്നുള്ള കാര്യം. ഓക്കെ, സോ ദ കിങ് ഗേവ് ഓർഡേഴ്സ് ദാറ്റ് സം വെരി ഓൾഡ് പെസൻസ് ഷുഡ് ബി ബ്രോട്ട് ബിഫോർ ഹിം. അപ്പം രാജാവ് ഓർഡർ ചെയ്തു, ഉത്തരവിടുകയാണ്. എന്താണ്? വെരി ഓൾഡ് പെസൻസ്, വളരെ പ്രായമായിട്ടുള്ള കൃഷിക്കാരുണ്ടല്ലോ പെസൻസ്, അവരെ ഷുഡ് ബി ബ്രോട്ട് ബിഫോർ ഹിം, അദ്ദേഹത്തിൻ്റെ മുൻപിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് രാജാവ് ഉത്തരവിട്ടു. ഹിസ് സെർവൻസ് ഫൗണ്ട് വൺ സച്ച് മാൻ ആൻഡ് ബ്രോട്ട് ഹിം ടു ദ കിങ്. അപ്പം രാജാവിൻ്റെ സെർവൻസ് എന്ത് ചെയ്തു? അങ്ങനെ ഒരാളെ കണ്ടെത്തി. എന്നിട്ടോ ബ്രോട്ട് ഹിം ടു ദ കിങ്, എന്നിട്ട് കിങ്ങിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നു എന്നാണ് പറയുന്നത്. ഹി വാസ് ഓൾഡ് ആൻഡ് ബെൻഡ്, അദ്ദേഹം വളരെയധികം പ്രായമുള്ള ആളാണ്. അതുമാത്രമല്ല ബെൻഡായിട്ടുണ്ടായിരുന്നു, അതായത് വളഞ്ഞിട്ടുണ്ടായിരുന്നു. വളരെയധികം പ്രായമായ ആളുകളെ നിങ്ങൾ കണ്ടാൽ അറിയുന്നുണ്ടാവും, അവർ ഇങ്ങനെ കുനിഞ്ഞാണ് നടക്കുക, അവർ പ്രായാധിക്യം കൊണ്ട് അങ്ങനെ ആയി പോകുന്നതാണ്. അപ്പോൾ അതേപോലെ ഈ ഒരു പെസൻ്റ് വളരെയധികം പ്രായമുള്ള ആളും ആയിരുന്നു, അതേപോലെ ഇങ്ങനെ ബെൻഡായിട്ടും ഉണ്ടായിരുന്നു. പെയിൽ ആൻഡ് ടൂത്ത്ലെസ്, പെയിൽ എന്ന് പറഞ്ഞാൽ വിളറുക, അതായത് പ്രായത്തിൻ്റെ ആ ഒരു ഇതുകൊണ്ട് വിളറിയിട്ടൊക്കെ ഉണ്ടായിരുന്നു. ടൂത്ത്ലെസ് മീൻസ് പല്ലുണ്ടാവില്ല, നമുക്കറിയില്ലേ, വളരെയധികം പ്രായം ചെന്ന് കഴിഞ്ഞാൽ പല്ലൊക്കെ പൊഴിഞ്ഞു പോലെ, അപ്പം പല്ലും ഉണ്ടായിരുന്നില്ല. ഹി കുഡ് ജസ്റ്റ് മാനേജ് ടു ടോട്ടർ ഇൻ ടു ദ കിങ്സ് പാലസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ക്രച്ചസ്. ക്രച്ചസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഊന്നുവടി, ആളുകൾ ഇങ്ങനെ നടക്കാൻ വേണ്ടിയിട്ട് ഒരു ഹെൽപ്പിന് കൊണ്ട് നടക്കുന്നതാണ് ഊന്നുവടി. അപ്പോൾ ഈ ഒരു ഊന്നുവടിയൊക്കെ വെച്ചിട്ട്, ടോട്ടർ മീൻസ് ഈ വീഴാൻ പോവില്ലേ, അതായത് നല്ല പ്രായമുള്ള ആളുകൾക്ക് നല്ല രീതിയിൽ നടക്കാനൊന്നും പറ്റില്ല, അപ്പം അയാൾ വീഴാൻ പോകുന്ന പോലെയൊക്കെയാണ് നടന്ന് പാലസിലേക്ക് കയറിയിട്ടുള്ളത്. ആ ഒരു ഊന്നുവടിയുടെ സഹായത്തോടു കൂടിയാണ് അദ്ദേഹം ആ ഒരു പാലസിൽ എത്തിയിട്ടുള്ളത് എന്നാണ് പറയുന്നത്. ദ കിങ് ഷോഡ് ഹിം ദ ഗ്രെയിൻ ബട്ട് ദ ഓൾഡ് മാൻ കുഡ് ഹാർഡ്ലി സീ ഇറ്റ്. അപ്പം രാജാവ് എന്ത് ചെയ്തു? ഈ ഒരു ഗ്രെയിൻ അദ്ദേഹത്തിനെ കാണിച്ചു. ബട്ട് ദ ഓൾഡ് മാൻ കുഡ് ഹാർഡ്ലി സീ ഇറ്റ്, പക്ഷേ ആ ഒരു പ്രായമായ ആൾക്ക് അത് കാണാൻ തന്നെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു, കാരണം പ്രായത്തിൻ്റെ ആ ഒരു ഇതുകൊണ്ട് കാഴ്ചയൊക്കെ മങ്ങിയിട്ടുണ്ടായിരുന്നു. He took it however and felt it with his hands. അപ്പം എന്തായാലും അദ്ദേഹം അത് കയ്യിലെടുത്തു, എന്നിട്ട് അതെന്താണ് എന്നുള്ളത് കയ്യിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വലിപ്പവും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുമല്ലോ. അപ്പോൾ അതെങ്ങനെയാണ് എന്താണെന്നൊക്കെ അദ്ദേഹം സൂക്ഷിച്ചിങ്ങനെ നോക്കുകയാണ്. ദ കിങ് ക്വസ്റ്റ്യൻഡ് ഹിം സേയിങ്, ക്യാൻ യു ടെൽ അസ് ഓൾഡ് മാൻ വേർ സച്ച് ഗ്രെയിൻ ഗ്രൂ. അപ്പം രാജാവ് അദ്ദേഹത്തിനോട് ചോദിക്കുകയാണ്, ഞങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റുമോ? വേർ സച്ച് ഗ്രെയിൻസ് ഗ്രൂ, എവിടെയാണ് ഇത്തരത്തിലുള്ള ധാന്യങ്ങൾ വളരുന്നത്? ഹാവ് യു എവർ ബോട്ട് സച്ച് കോൺ, നിങ്ങൾ എപ്പോഴെങ്കിലും ഇത്തരത്തിലുള്ള ഒരു ധാന്യം വാങ്ങിയിട്ടുണ്ടോ? ഓർ സോൺ ഇറ്റ് ഇൻ യുവർ ഫീൽഡ്, അല്ലെങ്കിൽ നിങ്ങളുടെ പാടത്ത് ഇത് വിതച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. The old man was so deaf that he could hardly hear what the king said and only understood with great difficulty. അതായത് ഈ ഒരു ഓൾഡ് മാൻ ഡെഫാണ്, ഡെഫ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഡെഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേൾക്കാത്ത ആൾ. അപ്പോൾ കേൾവിക്കുറവുണ്ട് ഇദ്ദേഹത്തിന്, കാഴ്ചക്കുറവ് മാത്രമല്ല കേൾവിക്കും നല്ല കുറവുണ്ട്. അതുകൊണ്ട് ഈ ഒരു കാര്യം രാജാവ് എന്താ പറഞ്ഞത് എന്നുള്ള കാര്യം അദ്ദേഹം വളരെ ബുദ്ധിമുട്ടിയാണ് ശ്രദ്ധിച്ച് കേട്ടിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഓൺലി അണ്ടർസ്റ്റുഡ് വിത്ത് ഗ്രേറ്റ് ഡിഫിക്കൽട്ടി, വളരെ ബുദ്ധിമുട്ടിയാണ് അദ്ദേഹം രാജാവ് എന്താണ് പറഞ്ഞത് എന്ന് മനസ്സിലാക്കിയെടുത്തത്. ഓക്കെ, നോ ഹി ആൻസേർഡ് അറ്റ് ലാസ്റ്റ്. അപ്പോൾ അവസാനം അദ്ദേഹം ആൻസർ പറഞ്ഞു. എന്താ പറഞ്ഞത്? നോ, ഇല്ല, എനിക്കറിയില്ല ഇതിനെപ്പറ്റി. ഐ നെവർ സോഡ് ഓർ നോർ റീപ്ഡ് എനി ലൈക്ക് ദിസ് ഇൻ മൈ ഫീൽഡ്. അതായത് എന്താ പറയുന്നതെന്ന് വെച്ചാൽ, ഞാൻ ഒരിക്കലും, സോഡ് മീൻസ് വിതയ്ക്കുക,
റീപ്ഡ് മീൻസ് കൊയ്യുക. ഞാൻ ഒരിക്കലും ഇത്തരത്തിലുള്ള ഒരു മണി പിന്നെ എൻ്റെ പാടത്ത്, ഫീൽഡ്സ് എന്ന് പറഞ്ഞാൽ പാടത്ത് വിതയ്ക്കുകയോ കൊയ്യുകയോ ചെയ്തിട്ടില്ല. സോഡ് മീൻസ് വിതയ്ക്കുക, റീപ്ഡ് മീൻസ് കൊയ്യുക. അപ്പം വിതയ്ക്കുകയോ കൊയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല. നോർ ഡിഡ് ഐ എവർ ബൈ എനി സച്ച്. ഞാൻ ഒരിക്കലും ഇത്തരത്തിലൊരു വലിയൊരു മണിയൊന്നും ധാന്യമൊന്നും വാങ്ങിച്ചിട്ടുമില്ല എന്നാണ് പറയുന്നത്. വെൻ വി ബോട്ട് കോൺ ദ ഗ്രെയിൻസ് വർ ഓൾവേസ് ആസ് സ്മോൾ ആസ് ദേ ആർ നൗ. ഞങ്ങൾ ഈ ധാന്യം വിതയ്ക്കാനൊക്കെ വാങ്ങുന്ന സമയത്ത് അത് ഇപ്പോൾ എത്ര വലിപ്പത്തിലാണോ ഉള്ളത് അത്രയും തന്നെ ആണ്. സാധാരണ എത്ര വലിപ്പമാണോ ഉള്ളത് അതേ വലിപ്പം തന്നെയാണ് ഉണ്ടായിരുന്നത് എന്ന് പറയാണ്. ബട്ട് യു മൈറ്റ് ആസ്ക് മൈ ഫാദർ. പക്ഷേ നിങ്ങൾക്ക് എൻ്റെ അച്ഛനോട് ചോദിക്കാം. ഹീ മൈറ്റ് നോ വേർ സച്ച് ഗ്രെയിൻസ് ഗ്രോ. അദ്ദേഹത്തിന് ഒരു പക്ഷേ അറിയുമായിരിക്കും എവിടെയാണ് ഇത്തരത്തിലുള്ള ഗ്രെയിൻസൊക്കെ വളരുന്നത് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയും പ്രായമായിട്ടുള്ള ആളുടെ അച്ഛനോട് ചോദിക്കാനാണ് പറയുന്നത്. അപ്പോൾ അച്ഛൻ ജീവിച്ചിരിപ്പുണ്ടാവും അല്ലേ? അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പേജ് നോക്കാം. ദ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ. അപ്പം ആ ഒരു വൃദ്ധനായിട്ടുള്ള ആളുടെ അച്ഛനെയാണ് ഇനി വരാൻ പോകുന്നത്. നോക്കാം നമുക്ക്. ദ കിങ് സെൻറ്റ് ഫോർ ദ ഓൾഡ് മാൻസ് ഫാദർ ആൻഡ് ഹി വാസ് ബ്രോഡ് ബിഫോർ ഹിം. അപ്പം രാജാവ് ഉത്തരവിട്ടു വീണ്ടും ആ ഒരു ഓൾഡ് മാൻ്റെ അച്ഛൻ അദ്ദേഹത്തിനെ രാജാവിൻ്റെ മുൻപിൽ കൊണ്ടുവരാനായിട്ട്. അങ്ങനെ അദ്ദേഹത്തിനെ എന്ത് ചെയ്തു? രാജാവിൻ്റെ മുൻപിൽ കൊണ്ടുവന്നു. ഹി കെയിം വാക്കിംഗ് ഓൺ വൺ ക്രച്ച്. അപ്പോൾ ഈ ഓൾഡ് മാൻ ആയിട്ടുള്ള ആളുടെ അച്ഛനാണ് വരുന്നത്. അപ്പോൾ അദ്ദേഹം ഒരു ക്രച്ച്, അതായത് ഒരു ഊന്നുവടിയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദറാണ്. അദ്ദേഹം ഒരു ഊന്നുവടിയിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ മകൻ വന്നപ്പോൾ 2 ഊന്നുവടി ഉണ്ടായിരുന്നു. The king showed him the grain and the old peasant who was still able to see took a good look at it. അപ്പം രാജാവ് എന്ത് ചെയ്തു? ഈ ഒരു ധാന്യം അദ്ദേഹത്തിന് കാണിച്ചു. എന്നിട്ടോ ദ ഓൾഡ് പെസൻറ്റ്, അതായത് ആദ്യം വന്ന ഓൾഡ് മാൻ്റെ അച്ഛനാണ് കേട്ടോ. അപ്പോൾ അച്ഛൻ്റെ കയ്യിലാണ് ഈ ഒരു ഗ്രെയിൻ കൊടുത്തിട്ടുള്ളത്. അപ്പം അദ്ദേഹം എന്ത് ചെയ്തു? ഹു വാസ് സ്റ്റിൽ ഏബിൾ ടു സീ ടുക്ക് എ ഗുഡ് ലുക്ക് അറ്റ് ഇറ്റ്. അദ്ദേഹത്തിന് ഇപ്പോഴും നന്നായിട്ട് കണ്ണ് കാണാൻ പറ്റുന്നുണ്ട്. അദ്ദേഹം ആ ധാന്യമണി നന്നായിട്ടൊന്ന് നോക്കി. മകനെ അപേക്ഷിച്ച് അച്ഛന് ഒരുപാട് പ്രായം ഉണ്ടാവും അല്ലേ? അപ്പം അദ്ദേഹത്തിന് ഇപ്പോഴും കണ്ണ് കാണാൻ പറ്റുന്നുണ്ട് നന്നായിട്ട്, മകനെ അപേക്ഷിച്ചു. ഓക്കെ, ആൻഡ് ദ കിങ് ആസ്ക്ഡ് ഹിം, ക്യാൻ യു ടെൽ അസ് ഓൾഡ് മാൻ വേർ എ കോൺ ലൈക്ക് ദിസ് യൂസ്ഡ് ടു ഗ്രോ. അപ്പം രാജാവ് അദ്ദേഹത്തിനോട് ചോദിക്കുകയാണ്, നിങ്ങൾക്കറിയോ വേർ എ കോൺ ലൈക്ക് ദിസ് യൂസ്ഡ് ടു ഗ്രോ. ഇങ്ങനെയുള്ള ഇത്രയും വലിയ ധാന്യമണിയൊക്കെ എവിടെയാണ് ഉണ്ടാവുന്നത്, എവിടെയാണ് വളരുന്നത് നിങ്ങൾക്കറിയോ? ഹാവ് യു എവർ ബോട്ട് എനിത്തിങ് ലൈക്ക് ഇറ്റ്. നിങ്ങൾ എപ്പോഴെങ്കിലും ഇത്തരത്തിലുള്ള ഒരു ധാന്യമണി വാങ്ങിയിട്ടുണ്ടോ? ഓർ സോൺ ഇറ്റ് ഇൻ യുവർ ഫീൽഡ്സ്. നിങ്ങളുടെ പാടത്ത് ഇങ്ങനെയുള്ള ധാന്യമണി നിങ്ങൾ വിതച്ചിട്ടുണ്ടോ എന്നൊക്കെ രാജാവ് ഇങ്ങനെ ഓരോ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ദോ ദ ഓൾഡ് മാൻ വാസ് റാദർ ഹാർഡ് ഓഫ് ഹിയറിങ്, ഹി കുഡ് ഹിയർ ബെറ്റർ ദാൻ ഹിസ് സൺ. ഈ ഒരു ഓൾഡ് മാന് ഈ രാജാവ് പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കൂടി അദ്ദേഹത്തിൻ്റെ മകനേക്കാൾ ബെറ്ററായിട്ട് അദ്ദേഹത്തിന് കേൾക്കാൻ കഴിയുന്നുണ്ട്. കേൾവി ശക്തിയും മകനേക്കാൾ കൂടുതൽ അച്ഛനുണ്ട് എന്നാണ് പറയുന്നത്. നോ ഹി സെറ്റ്. അവസാനം അദ്ദേഹം എന്താ പറഞ്ഞത്? ഇല്ല, നോ എന്നാണ് പറഞ്ഞത്. ഐ നെവർ സോഡ് നോ റീപ്ഡ് എനി ഗ്രെയിൻ ലൈക്ക് ദിസ് ഇൻ മൈ ഫീൽഡ്. അപ്പം അദ്ദേഹം പറയാണ്, സോഡ് മീൻസ് വിതയ്ക്കുക, റീപ്ഡ് എന്ന് പറഞ്ഞാൽ കൊയ്യുക. അപ്പം ഞാൻ എൻ്റെ പാടത്ത് ഇത്തരത്തിലുള്ള ധാന്യമൊന്നും ഇതുവരെ വിതയ്ക്കുകയോ കൊയ്യോ ഒന്നും ചെയ്തിട്ടില്ല. ആസ് ഫോർ ബൈയിങ് ഐ നെവർ ബോട്ട് എനി. അപ്പോൾ ഫോർ ഇൻ മൈ ടൈം മണി വാസ് നോട്ട് യെറ്റ് ഇൻ യൂസ്. അപ്പം ഞാൻ ഇത്തരത്തിലുള്ള ധാന്യമൊന്നും വാങ്ങിച്ചിട്ടില്ല. കാരണം അദ്ദേഹത്തിൻ്റെ കാലത്ത് മണി വാസ് നോട്ട് യെറ്റ് ഇൻ യൂസ് എന്നാണ് പറയുന്നത്. അതായത് പൈസയുടെ ഒരു കാലമായിരുന്നില്ല. അതായത് ബാർട്ടർ സമ്പ്രദായമൊക്കെ നിലനിന്നിരുന്ന കാലമാണ്. അത് നമുക്കിവിടെ കാണാം. എവ്രി വൺ ഗ്രൂ ഹിസ് ഓൺ കോൺ ആൻഡ് വെൻ ദർ വാസ് എനി നീഡ് വി ഷെയർഡ് വിത്ത് വൺ അനദർ. അപ്പോൾ എന്താ പറയുന്നത്? എല്ലാവരും അവരവർക്ക് വേണ്ട ധാന്യങ്ങളൊക്കെ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. വെൻ ദർ വാസ് എനി നീഡ്, ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ വി ഷെയർഡ് വിത്ത് വൺ അനദർ. അപ്പം ആർക്കെങ്കിലും ഇപ്പോൾ ഷോർട്ടേജ് വരികയാണ് ധാന്യത്തിനൊക്കെ, അപ്പം അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്യും. അതാണ് ബാർട്ടർ സമ്പ്രദായം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇപ്പം ഒരാളുടെ കയ്യിൽ ഒരു തേങ്ങയുണ്ട്, മറ്റേയാളുടെ കയ്യിൽ പച്ചക്കറിയാണുള്ളത് എന്ന് വിചാരിക്കുക. അപ്പം ഈ പച്ചക്കറി ഉള്ള ആൾക്ക് തേങ്ങയില്ല, അപ്പോൾ തേങ്ങ ഉള്ള ആൾ തേങ്ങ കൊടുക്കും. അങ്ങനെയാണ്. ഓക്കെ, ഓരോ സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പൈസ വരുന്ന
കാലത്തിന് മുൻപുള്ള ഒരു സിസ്റ്റമാണ് ബാർട്ടർ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പം അതേപോലെ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സാധനങ്ങൾ ഷെയർ ചെയ്യാണ് ഉണ്ടായിരുന്നത് എന്നാണ് പറയുന്നത്. ഐ ഡു നോട്ട് നോ വേർ സച്ച് കൈൻഡ് ഓഫ് കോൺ ഗ്രൂ. അപ്പം എനിക്കറിയില്ല ഇത്തരത്തിലുള്ള കോൺ, അതായത് ധാന്യം എവിടെയാണ് ഉണ്ടാവുന്നതെന്നൊന്നും എനിക്കറിയില്ല എന്നാണ് പറയുന്നത്. Ours was larger and yielded more flour than the present day grain, but I never saw any like this. അപ്പം അദ്ദേഹം പറയാണ് ഞങ്ങളുടെ കാലത്ത് ധാന്യം എന്ന് പറയുന്നത് എന്താണ്, ലാർജറാണ്, കുറച്ചും കൂടി ഇപ്പോഴത്തെ കാലത്തുള്ളതിനേക്കാളും കുറച്ചും കൂടെ വലുതാണ്, വലുപ്പമുണ്ട്. yielded more flour എന്ന് വെച്ചാൽ അത് പൊടിച്ചിട്ടുണ്ടെങ്കിൽ, ഫ്ലവർ മീൻസ് ആ ഒരു പൊടി ഉണ്ടല്ലോ, ധാന്യം പൊടിച്ചിട്ടുള്ള, അപ്പോൾ ആ ഒരു പൊടി ധാന്യം പൊടിച്ചിട്ടുണ്ടെങ്കിൽ അധികം കിട്ടും ദാൻ ദ പ്രസൻറ്റ് ഡേ ഗ്രെയിൻ. ഇപ്പോൾ ഉള്ള ഗ്രെയിൻസ് പൊടിച്ചാൽ കിട്ടുന്നതിലും കൂടുതൽ അന്നത്തെ കാലത്തുള്ള ഗ്രെയിൻസ് പൊടിച്ചാൽ ഫ്ലവർ കിട്ടുമായിരുന്നു, പൊടി കിട്ടുമായിരുന്നു. ബട്ട് ഐ നെവർ സോ എനി ലൈക്ക് ദിസ്. പക്ഷേ ഇത്തരത്തിലൊരു ധാന്യം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ഫസ്റ്റ് പാർട്ട് വീഡിയോയിൽ നമ്മൾ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ. സീ വിത്ത് അനദർ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.